ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമൻറ്റ് കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ വൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫ്ലവർ വൈസായിട്ടും ഫ്ലവർ പോട്ടായിട്ടും നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം ആദ്യം നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റാണ് ഇതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കനത്തിനുള്ള 2 ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 11 ഇഞ്ചും വീതി എന്ന് പറയുന്നത് 9 ഇഞ്ചും. അപ്പം നിങ്ങൾക്ക് യാതൊരു അളവിൽ വേണോ നമുക്ക് എടുക്കാം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എന്നിട്ട് ഏകദേശം 1 ഇഞ്ച് ബോർഡർ വെച്ചിട്ട് അതിനകത്തെ സൈഡ് വീണ്ടും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഇനി കട്ട് ചെയ്തിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ഷീറ്റും കൂടെ വേണം 1 ഇഞ്ച് കനത്തിനുള്ള. ആ 2 ഷീറ്റ് അതിൻ്റെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തെ കോളം കറക്റ്റ് നമ്മൾ വെട്ടിയെടുത്ത ഷീറ്റ് വെച്ച് വരച്ചെടുക്കുക. വരച്ചെടുത്തിട്ട് ആ 1 ഇഞ്ചും കൂടെ അതിനകത്തെ സൈഡ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിട്ട് വീണ്ടും ആ മാർക്കിൽ നിന്ന് 1.5 ഇഞ്ചും കൂടെ അകത്തോട്ട് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ ഒരു അളവിൽ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാനുള്ളതാണ്. അപ്പോൾ നമ്മളകത്ത് മാർക്ക് ചെയ്തത് 1.5 ഇഞ്ചിനുള്ള അളവിനുള്ളതും കൂടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ കനമെന്ന് പറയണത് 2 ഇഞ്ച് കനമാണ്. അങ്ങനത്തെ 2 ഷീറ്റ്, ഓരോ ഇഞ്ചിൻ്റെ 2 ഷീറ്റ്. ആ 2 ഷീറ്റും കൂടെ നമുക്ക് പശ ചേർത്ത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് അടിയിലും ഒന്ന് മുകളിലും വരത്തക്ക രീതിയിൽ ആ 2 പീസും കൂടെ എല്ലാം ചേർത്ത് വെച്ച് അതിനെയും കൂടെ നമുക്ക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് അടച്ചെടുക്കേണ്ടി വരും. അവിടെ പഴയ കാർബോർഡിൻ്റെ പീസും എല്ലാം കറക്റ്റ് പശവെല്ലാം ചേർത്ത് അതിനെയും കൂടെ ഒന്ന് അടി സൈഡ് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത അളവ് നിങ്ങൾക്ക് ഏത് അളവ് വേണോ എടുക്കാം. നമുക്ക് പൊക്കം കൂടുതൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എടുക്കപ്പോൾ പൊക്കം കൂടുതലും വീതി കുറച്ചുമുള്ള ഇതേ സൈസിലുള്ള പോട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പൊക്കം കൂടുതലും വീതി കുറച്ചും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്തതാണ്. സിമൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡിൽ ചിലപ്പം തെർമോക്കോളിൻ്റെ പീസ് തള്ളി വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ മറ്റ് പലകയോ കല്ലോ കൊണ്ട് എന്തെങ്കിലും അട വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കൊണ്ട് തള്ളത്തില്ല. അപ്പോൾ അത് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റാതെയുള്ള തെർമോക്കോളിൻ്റെ പീസെല്ലാം ഇളക്കി മാറ്റാം. ഇപ്പോൾ 8 മണിക്കൂർ, ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇളക്കി എടുക്കാം. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ വെള്ളത്തിൻ്റെ ഈർപ്പെല്ലാം മാറി കിട്ടും. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 സൈഡിൽ ആ സെൻറ്റർ ഭാഗത്തുനിന്ന് 2 സൈഡിലോട്ട് നല്ല രീതിയിൽ കർവ് നല്ല ചരിഞ്ഞ് വരത്തക്ക രീതിയിൽ ചെറിയ കത്തി കൊണ്ട് കുറേശ്ശെ ചുരണ്ടി കളയുക. അങ്ങനെ 2 സൈഡിലും അപ്പുറവും ഇപ്പുറവും 2 സൈഡിലും അതിൻ്റെ എൻഡ് ഭാഗത്തിൽ നല്ല ചരിച്ച് തന്നെ ചെത്തി കളയുക. സെൻറ്റർ ഭാഗം അതേ കണക്ക് തന്നെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അക സൈഡും കൂടെ നല്ലവണ്ണം കുഴിച്ച് കട്ട് ചെയ്തെടുത്ത് കളയാം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സെറ്റായി പോയി. ഒരു 8 മണിക്കൂർ കൂടുതലായി. അപ്പം പരമാവധി 8 മണിക്കൂറിൽ തന്നെ നമ്മൾ ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 8 മണിക്കൂർ കഴിഞ്ഞിരുന്നാലും ചെത്തിയെടുക്കാം. എന്നാലും നല്ല സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കട്ട് ചെയ്താലേ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേശ്ശെ അവിടെ നല്ലവണ്ണം കുഴിച്ച് തന്നെ ചെറുതായിട്ട് കത്തി കൊണ്ട് ചുരണ്ടി കളയുക.
അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷേപ്പ് അതിൻ്റെ ചുറ്റാതെ ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് എംബതിൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആ കുഴിവ് ഭാഗവും മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ബോർഡറും നല്ലവണ്ണം പേപ്പർ ഉരച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ഇടാൻ നേരത്ത് മൊത്തത്തിൽ എംബതിൻ്റെ പേപ്പർ ഉപയോഗിച്ച് ആ സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കുഴുവൊക്കെ എംബതിൻ്റെ പേപ്പർ ചെറുതായിട്ട് കീറിയിട്ട് അതിനകത്തും കൂടെ പേപ്പറിന് നല്ല ഈസി ആയിട്ട് തന്നെ പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും, വെള്ളവും കൂടെ നനച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് പോട്ട് മൊത്തത്തിൽ വെള്ളം നനച്ച് എംബതിൻ്റെ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള തെർമോക്കോളിൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റാം. അതിൻ്റെ അകത്തെ സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും. അതിന് എംബതിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അക സൈഡ് അതിൻ്റെ ചുറ്റാത്ത എല്ലാം ഒരേ കണക്ക് വരത്ത രീതിയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറിനെ തന്നെ ചുരണ്ടി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ചെറിയ ഹോൾസ് അതിൻ്റെ കവിള് ഭാഗത്ത് വീണിട്ടുണ്ട്, അതിന് നമുക്ക് വൈറ്റ് സിമൻറ്റ് വെച്ച് അടയ്ക്കാവുന്നേ ഉള്ളൂ. ഇനി വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്യുക, ആ ഹോൾസുകൾ എല്ലാം ഒന്ന് അടഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് 220 പേപ്പർ ഉപയോഗിച്ച് അത് ഉണങ്ങിയതിന് ശേഷം നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുമ്പം നല്ല ഫിനിഷിങ് കിട്ടും. പേപ്പർ ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പോൾ ആദ്യം ബേസിക്കായിട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ടോപ്പിലും ആ ബോർഡറിലും എല്ലാം അക സൈഡും കൂടെ ചെറുതായിട്ട് ആക്രിലിക്കിൻ്റെ ഗോൾഡും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളർ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ കൊടുക്കുക. എല്ലാ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. ഏത് കളർ എടുത്തിരുന്നാലും കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.